ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇന്നലെ നമ്മൾ ബാക്ക് ടു ഷോപ്പിംഗ് വീഡിയോ ഇട്ടിരുന്നതിൻ്റെ ഒരു തുടർച്ചയാട്ടോ. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് ഇത് ഇടണ്ടെന്നായിരുന്നു, കാരണം റിപ്പീറ്റ് ചെയ്ത് പിന്നെ ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് ഇടേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഇവിടെ വന്ന് കണ്ടപ്പോൾ ഒരുപാട് ബാഗിൻ്റെ കളക്ഷൻസ് നല്ല അഫോർഡബിൾ പ്രൈസിന് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ച് ഒരു വീഡിയോ എടുത്ത് ഇടാം, കാരണം വല്ലവർക്കും ഉപകാരമാവണമെങ്കിൽ ആവട്ടെ എന്നുള്ളൊരു രീതിയിൽ. കാരണം ഇവിടെ അത്രക്കധികം ബാഗുകൾ ഓഫറിന് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ ലുലുവിൽ കണ്ടില്ലേ, ഒരുപാട് റേറ്റുള്ള ബാഗുകളാണ് കണ്ടെങ്കിൽ നെസ്റ്റോയിൽ ഫുള്ള് നല്ല ഓഫർ പ്രൈസിൽ വന്നിട്ടുണ്ട്. 2 റിയാൽ 3 റിയാലിനൊക്കെ നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള ബാഗ്. ഇതൊക്കെ നോക്കി എന്ത് നല്ല ബാഗാണ്. പക്ഷേ ഇതിൻ്റെ കളറ് വളരെ ലൈറ്റ് കളറായതുകൊണ്ട് ഞാനത് അക്കുലിനോട് എടുക്കണമെന്ന് പറഞ്ഞിട്ടാണ്. അതിൻ്റെ തന്നെ പല കളേഴ്സ് ബാഗ് ഉണ്ട് കേട്ടോ. ബ്ലാക്ക് എടുത്താ പോരെ, മറ്റേ കളർ ക്യൂട്ടാണെങ്കിലേ അഴുക്ക് പിടിച്ച വേഗം അറിയും. ഒരുപാട് വെറൈറ്റി കളേഴ്സ് ഉള്ളതുകൊണ്ട് തന്നെ രണ്ടാളും കൺഫ്യൂഷൻ അടിച്ച് നിൽക്കട്ടെ. അക്കുലിന് അത്രയ്ക്ക് അങ്ങോട്ട് കൺഫ്യൂഷൻ ഇല്ല. അക്കുലിന് ഏതാന്ന് വെച്ചാൽ എടുക്കുകയൊക്കെ ചെയ്യും. ഫൈഹാക്ക് അക്കരെ നിന്ന് അക്കരെ പച്ച അങ്ങനെ ഒരു സ്വഭാവമാണ് കേട്ടോ. ഇതെടുക്കണോ അതെടുക്കണോ, അതെടുത്താൽ ഇത് എടുക്കാണ്ടിരിക്കുക, അത് നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവുമല്ലോ. ഒരെണ്ണം എടുത്തു കഴിഞ്ഞാൽ മറ്റേത് വാങ്ങാൻ പറ്റില്ലല്ലോ, അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവുമല്ലോ. ഞാൻ പറഞ്ഞു ഈ കളർ എടുത്തത് നല്ല രസമുണ്ട്, നല്ല പീച്ച് കളർ, ഡാർക്ക് പീച്ചാണ്. അപ്പോൾ അവൾക്ക് ഈ ലൈറ്റ് പീച്ച് വേണമെന്നും പറഞ്ഞിട്ടാണ് കേട്ടോ. ഈ ലൈറ്റ് പീച്ചിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതുമ്മ അഴുക്കായി കഴിഞ്ഞാൽ പെട്ടെന്ന് അറിയും. ഏത് ബാഗിലും ബ്ലാക്ക് ഒഴികെ ഏതിലും പെട്ടെന്ന് അഴുക്കറിയും. പക്ഷെ ബ്ലാക്കിനോട് അവർക്ക് വലിയ താല്പര്യമില്ല. പിന്നെ ഈ ലൈറ്റ് പീച്ച് എന്നൊക്കെ പറഞ്ഞാൽ എന്തായാലും ഭയങ്കരമായിട്ട് അഴുക്ക് അറിയും. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ഡാർക്കായിട്ടുള്ള എടുത്തു. അപ്പോൾ ഹോൾക്ക് ഈ ബാഗ് കാണിക്കുന്നുണ്ട്. അപ്പോൾ രണ്ടാൾക്ക് അതും മതി എന്ന് പറഞ്ഞു. അപ്പോൾ അക്കുലും അങ്ങനെ ആ ബാഗ് എടുത്തിട്ടാ. അത് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. പക്ഷേ എന്ന് വെച്ചാൽ ഫൈഹാക്ക് ഇപ്രാവശ്യം കുറേ ബുക്കുകൾ വെക്കാനുള്ളതുകൊണ്ട് തന്നെ ഇത്തിരി വലിയ ബാഗ് വേണം കേട്ടോ. ഒരു 3rd സ്റ്റാൻഡേർഡിൽ ആയതുകൊണ്ട് തന്നെ വലിയ ബാഗ് വേണം. ഇത്തവണ രണ്ടാൾക്കും ബാഗ് ആവശ്യമുണ്ട് കേട്ടോ. കഴിഞ്ഞ തവണ എനിക്കിങ്ങനെ വേണ്ടി വന്നില്ല, അക്കുലുവിന് മാത്രം വാങ്ങേണ്ടി വന്നുള്ളൂ. ഫൈഹാടെ ബാഗ് കീറി തുടങ്ങി. 2 കൊല്ലമുള്ളത് ഉപയോഗിച്ചു കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഒമാനിയിൽ നിന്ന് വാങ്ങിയത് തന്നെയാണ് ആ ബാഗ്. പക്ഷെ അത് കീറി തുടങ്ങിയപ്പോൾ അല്ലാത്ത അഴുക്കാവും. പക്ഷെ ലൈറ്റ് കളറൊന്നും കൂടുതൽ അഴുക്കാവും അല്ലേ. അതിനും ഭംഗി മറ്റേ കളറല്ലേ. എനിക്ക് ഇഷ്ടമുള്ള എടുത്തോ. കുഞ്ഞു ബാഗിലല്ലേ ക്യൂട്ട് ബാഗ്. പാച്ചിക്ക് പറ്റും അല്ലേ. പാച്ചി സ്കൂളിൽ ചേരുമ്പോൾ ഇത് പാച്ചിക്കിട്ടാ. എനിക്ക് ഇഷ്ടമുള്ളവരെ എടുക്കുക. സമയം പോണു. ഇതിനവൾക്ക് ഇഷ്ടമായത്. പക്ഷെ ഇതിന്റെ കളർ എനിക്ക് വള്ളി എത്ര ബുക്ക് വേണമെങ്കിലും വയ്ക്കുക. ഡബിൾ റാക്ക് ഉണ്ട് കണ്ട. പിന്നെ അതായത് ഇവിടെ ലഞ്ച് വയ്ക്കുക. ഇതിൻ്റെ ഉള്ളിലും സിബ് ഉണ്ട്. ഇവിടെ സിബ് ഉണ്ട്. വേളയിലൊക്കെ പോകുമ്പോൾ ഉപയോഗിക്കുകയും ചെയ്യാം. 2-3 വർഷത്തിന് ഇനി ബാഗില്ല അല്ല. വർഷം ബാഗ് വാങ്ങണ പദ്ധതി നമുക്കില്ല അല്ലേ. ഇഷ്ടായ ഇതിന്റെ പ്രത്യേകത നോക്കിയേ, ഇതിലധികം റാക്ക് ഇല്ല. 2-3 അതിലെന്തോരം റാക്കാ. ഇഷ്ടായ സ്കൂൾ ബാഗ് മാത്രമല്ല കേട്ടോ, ട്രാവൽ ബാഗും അവർ ഓഫറിന് ഇട്ടിട്ടുണ്ട്. 90%, 80% ഒക്കെ ഓഫർ വരെ വന്നിട്ടുണ്ട്. അവർ 50% അങ്ങനെ ഓരോന്നും ഓരോ തലത്തിലാണ് കേട്ടോ അവർ ഓഫർ ഇട്ടിരിക്കുന്നത്. ഈ കളേഴ്സൊക്കെ നോക്കി ഈ 990 പൈസ ഒക്കെ ഉള്ളൂ കേട്ടോ. 1 റിയാൽ പോലും തികച്ചില്ല. 790 പൈസയുടെ കളറുണ്ട്. എനിക്ക് തോന്നുന്നു ലുലുവിനൊക്കെ വെച്ച് നോക്കുമ്പോൾ നെസ്റ്റോയിൽ ഒരുപാട് ഓഫേഴ്സ് ഉണ്ട് കേട്ടോ. ഇന്നലെ ലുലു പോയപ്പോൾ ഞങ്ങൾക്ക് ഒന്നും കിട്ടിയില്ല. 10 കളേഴ്സ് ഉണ്ട് ഇതിൽ. 10 കളേഴ്സ് കണ്ടാ. 10 കളേഴ്സുള്ള പേന ഏതൊക്കെ ഉണ്ടെന്നറിയോ? കണ്ടാ, എല്ലാ ഒന്ന് നോക്കട്ടെ. എല്ലാ കളറും ഉണ്ട്. ഇതാ പൊന്നോ, സെപ്പറേറ്റ് ഒരു ബാഗ് വേണം ഇത് വെക്കണമെങ്കിൽ. ഭംഗിയുണ്ടല്ലേ. അക്കുലുവിന് ജഗ്. ഇതിൽ വെള്ളം കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുഴുവൻ കുടിക്കോ? ഇത് വേണോ? വേണ്ടേ?
അവിടെ വില കുറവിൻ്റെ ഇരിക്കുന്നുണ്ട്. അവിടെ കിട്ടില്ല. ഒരിക്കലും 5 ബോക്സ് വേണ്ട ആവശ്യമില്ല. 5 ബോക്സ് ഉണ്ട്. ഈ പൗച്ച് ഇത്തിരി രസമുണ്ട് നോക്കിയേ. നല്ല പൗച്ച്. അതെ വേണ്ടേ? ഇങ്ങനത്തെ വേണം. അങ്ങനത്തെ ഇങ്ങനത്തെ ക്യൂട്ട്. ഇത് ആദ്യം പറഞ്ഞ് ഇതിൻ്റെ പൂവ് എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടാമത് ഈ ലാവൻഡർ കളർ മതി എനിക്ക്, ഈ ബോക്സ് ഞാൻ എടുക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതും പിടിച്ച് നിൽക്കാട്ടെ. ആദ്യം പറഞ്ഞത് വേണ്ടത്. അത് ഞാൻ പറഞ്ഞത് മൊത്തത്തിലൊരു കൺഫ്യൂഷനാണ്. ഇതെടുത്ത് അതെടുക്കാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു ടോട്ടൽ കൺഫ്യൂഷനുകളാണ് കേട്ടോ. അക്കുലു എന്നെ ഫസ്റ്റ് തന്നെ അവൾക്ക് ഏതാ ഇഷ്ടമാണ്. അപ്പോൾ ഇന്നലത്തെ പർച്ചേസിങ്ങിന് തന്നെ ആൾ അതെടുത്തു കിട്ടാ. ഫൈഹാക്ക് ഇതെടുത്ത് അതെടുക്കാൻ പറ്റുമോ, അങ്ങനത്തെ ടോട്ടൽ ഇപ്പോൾ ഇത് കണ്ടപ്പോൾ ഞാൻ ഇതെടുത്താലോ എന്ന് പറഞ്ഞു. പിന്നെ ഇതിലാവുമ്പോൾ ചിലപ്പോൾ എല്ലാ സാധനങ്ങളും കൊണ്ടില്ലെങ്കിലോ നമുക്ക് മറ്റേതൊക്കെ ആകുമ്പോൾ നമുക്ക് എല്ലാതും കൊള്ളും. എന്തിട്ടായാലും ഒരു വർഷത്തിന് പൗച്ചൊക്കെ ലാസ്റ്റേ ഉള്ളൂ കേട്ടോ. അവർ ആകെ വരച്ചും പിടിച്ചൊക്കെ അത് നശിപ്പിക്കും. ബാഗ് പിന്നെ ഞങ്ങൾ 2 വർഷമൊക്കെ എത്തിക്കാറുണ്ട്. തിളച്ചുള്ള കൊഴിച്ച് കഴുകാൻ നല്ലത് സ്റ്റീലല്ലേ. എത്ര ഫ്ലാസ്ക് ടൈപ്പ് അതൊന്നും വേണ്ട മോളെ. കുപ്പി അധികം ക്യൂട്ടല്ലോ അവിടെ. സ്റ്റീലാണ് നല്ലത് പ്ലാസ്റ്റിക്കിനാലും. വാട്ടർ ബോട്ടിൽ, TV വാട്ടർ ബോട്ടിൽ, TV സ്വിച്ച്, പണ്ടത്തെ ടിവിന് ഇതില് വെള്ളം നോക്ക് നോക്ക് നോക്കിക്കഴിഞ്ഞാ വെള്ളം കുടിക്കാം. ഓ സ്റ്റീലാണോ നോക്കി. വെള്ളം കൊണ്ടാലും അതൊക്കെ കേടാവൂലേ. സ്റ്റീലാട്ടോ. അതിനെത്ര എല്ലാ കടയിലും കയറുമ്പോഴും ഈ പാന വാങ്ങണ എന്തിനാ? നോക്ക് സ്കൂളിൽ പോകാത്ത താങ്കൾക്ക് എന്തിനാ പാന? എന്തിനാന്ന് ഇവിടെ പർച്ചേസ് ചെയ്യുമ്പോ മൂപ്പരാൾ ഇവിടെ പാൻ അന്വേഷിക്കും. എന്നും പാന വാങ്ങിക്കൊണ്ടുവരും, ഇവര് കൊണ്ട് കളയും. ഇത് പണ്ടത്തെ എല്ലാരും പോക്കറ്റിലുണ്ടാവണം അല്ലേ. ഇത് രസമുണ്ടല്ലേ ബോട്ടിൽ നോക്കിയാ ലൈറ്റ് ഒക്കെ ആയിട്ട്. 2 റിയലിന്റെ വില. അടിപൊളി വേന ഈടാ നോക്കിയിട്ട് പൈഹ അങ്ങനെ പിടിക്കണ്ട. ഇത്തവണ ഒരു ലഞ്ച് ബോക്സ് ആവശ്യമില്ല. ഞാൻ കഴിഞ്ഞ തവണ ലഞ്ച് ബോക്സ് വാങ്ങിയത് അത് പുതിയതായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. സ്റ്റീലിൻ്റെ വാങ്ങിയോണ്ട് തന്നെ അതിനൊന്നും പറ്റിയിട്ടില്ല. എനിക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ സ്റ്റീൽ വാങ്ങുന്നുണ്ട്. കുപ്പി ആയാലും ലഞ്ച് ബോക്സ് ആയാലും സ്റ്റീൽ യൂസ് ചെയ്യുന്നതാണ് ഇഷ്ടം. മറ്റേതൊക്കെ ആകുമ്പോൾ പ്ലാസ്റ്റിക് പിന്നെ മറ്റേ ഫൈബർ ടൈപ്പൊക്കെ ആകുമ്പോൾ എത്ര ഇതായാലും ചൂടുവെള്ളം വെച്ച് കഴുകുമ്പോഴൊക്കെ അത് പണിയാണ്. അപ്പോൾ എനിക്കൊരു ടിഫിൻ ബോക്സ് മാത്രമേ ആവശ്യമുള്ളൂ. അതപ്പോൾ നമുക്ക് ഫൈബർ ആയാലും കുഴപ്പമില്ല. ടിഫിൻ ജസ്റ്റ് സ്നാക്സ് കൊണ്ടുപോകാൻ മാത്രമേ ആവശ്യമുള്ളൂ. അതും ഉണ്ട് കേട്ടോ. 2 എണ്ണം വീട്ടിലിരിക്കണ്ടേ. അപ്പോൾ അത് എന്തായാലും വേണമെന്ന് പറഞ്ഞിരിക്കണത്. തൽക്കാലം 1 വാങ്ങും. 1 നാട്ടിൽ നിന്ന് ലഞ്ച് ബാഗ് വാങ്ങാം. ലഞ്ച് ബാഗ് ശരിയാ. ഇത്തിരി വലുതാ. എന്റെ ലഞ്ച് ബാഗ് ഇപ്പോഴും കേടായിട്ടില്ല. പക്ഷെ അത് പഴയതായി. UKG തൊട്ട് ഉപയോഗിക്കുന്നല്ലേ. അക്കുലുൻ്റെത് അതിന് വേണ്ടി 1 കൊല്ലം. അക്കുലുൻ്റെത് കീറിയത് പോലത്തെ ക്വാളിറ്റി അധികം ഇല്ലാത്തതാ. മറ്റേ നല്ല ക്വാളിറ്റി ഉള്ളതായിരുന്നു. കണ്ടോ ലഞ്ച് ബാഗും ബോട്ടിലും ഒക്കെ കൊള്ളും. ഇതില് ബോട്ടിലും ഒക്കെ വെക്കാം. നല്ല ചെറുതാടി വലുത് നോക്കി എടുക്കാം. അപ്പൊ എല്ലാം വെക്കുക. ടിഫിനും വെക്കുക, ലഞ്ചും വെക്കുക, എല്ലാം വെക്കുക. ലഞ്ച് ബാഗ് ആവശ്യമില്ല നമുക്ക്. ടിഫിൻ ബോക്സ് ആണ് ആവശ്യം. ചെറിയൊരു ടിഫിൻ ബോക്സ്. ലഞ്ച് ബാഗ് നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം സ്റ്റീലിന്റെ നല്ലത് ഇരിക്കുന്നുണ്ട്. പ്ലാസ്റ്റിക്കിനാലും ഇതിനൊക്കെ നല്ലത് സ്റ്റീലല്ലേ. ഇത് പക്ഷെ വലുതുണ്ട്. ടിഫിൻ ബോക്സ് ടിഫിൻ കൊണ്ടുപോകാനല്ലേ. ടിഫിൻ കൊണ്ടുപോകാനല്ല, ലഞ്ച് കൊണ്ടുപോകാനല്ല.
ബോട്ടിൽ എൻ്റെ ഇഷ്ടം. സ്റ്റീലിന് ഭയങ്കര വെയിറ്റ് ആയിരിക്കും. വെള്ളമൊക്കെ ഒഴിച്ച് കഴുകാൻ സ്റ്റീലിൻ്റെ നല്ലത്. ഇത് നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ബോട്ടിൽ. പ്ലാസ്റ്റിക് നല്ലതാണെന്ന് അറിയില്ല. നമുക്ക് ക്വാളിറ്റി ഉണ്ടാവുമെന്ന് അറിയില്ല. ഇത് നല്ല ഭംഗിയുണ്ടല്ലേ. പക്ഷെ ഇത് ഇതുപോലെ മായ്ക്കാത്തിരി ബുദ്ധിമുട്ടായിരിക്കും കേട്ടാ. അതെ ആണോ? ബോക്സ് പൗച്ച് കിട്ടി, ലഞ്ച് ബാഗ് കിട്ടി, ടിഫിൻ ബോക്സ് കിട്ടി. ടിഫിൻ ബോക്സ് ഒരെണ്ണം ആവശ്യമുള്ളൂ, വീട്ടിൽ വേറെ ഉണ്ട് ഒരെണ്ണം. പിന്നെ എന്നിട്ടാ ഇതാ ഇതൊക്കെ നമ്മൾ വാങ്ങി. ലഞ്ച് ബാഗ്, ടിഫിൻ ബോക്സ് രണ്ടെണ്ണം ഉണ്ട് കേട്ടോ, ഒരെണ്ണം മതി. അങ്ങനെ നമ്മൾ ആവശ്യത്തിന് വാങ്ങിയാൽ മതി. സ്റ്റീലിൻ്റെ ആണ്, പക്ഷേ ഇങ്ങനത്തെ ഒക്കെ മമ്മൂൻ്റെത് അവിടെ ഇരിക്കുന്നുണ്ട്, മമ്മ വാങ്ങിയത്. ഇതിൽ ഈ ബോട്ടിൽ നല്ലതാ കണ്ടാ, സ്റ്റീലിൻ്റെ. ഇതൊക്കെ പ്ലാസ്റ്റിക് ആണ്, ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക് ആണോന്ന് അറിയില്ല. ചിലപ്പോൾ ഒന്ന് തിളപ്പിച്ച് കഴിഞ്ഞാൽ അതെ. നമുക്ക് ബോട്ടിലേ ഫ്ലിപ്കാർട്ടിൽ ആമസോണിൽ നിന്ന് അങ്ങനെ വാങ്ങാം. നമ്മൾ ആദ്യമേ ഈ ഷോപ്പിൽ വന്നാൽ മതിയായിരുന്നു. ഇവിടെ എല്ലാം നല്ല അഫോർഡബിൾ റേറ്റിന് ഉണ്ട് കേട്ടോ. MS Maxലും ഇവിടെയും നല്ല റേറ്റ് കുറവുണ്ട്. ലുലുവിൽ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട്. അതിനനുസരിച്ച് ക്വാളിറ്റി ഉണ്ടാവും അവിടുത്തെ ഐറ്റംസിന്, അത് വേറെ കാര്യം. എന്ത് സാധനം ലുലുവിലത്തെ ക്വാളിറ്റി ഉണ്ടാവും, പക്ഷേ ഭയങ്കര പ്രൈസാണ്, നമ്മളെപ്പോലുള്ളവർക്കൊന്നും താങ്ങൂല. ഇനി നമുക്ക് കവർ ചെയ്യുന്ന ഷീറ്റ് വേണം. ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ളതുകൊണ്ട് ഇങ്ങനെ ഒട്ടിക്കുന്ന ടൈപ്പ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരെണ്ണം എടുക്കാൻ വേണ്ടിയിട്ട്, മറ്റേതാകുമ്പോൾ സ്റ്റേപ്ലറൊക്കെ അടിച്ച് ചട്ടൊക്കെ ഇട്ടിട്ട് ബുദ്ധിമുട്ടുണ്ട്. ഇതാകുമ്പോൾ ഒറ്റയടിക്ക് ഒട്ടിച്ച് കൊടുത്താൽ മതിയല്ലോ. അതിൻ്റെ ഇടയിൽ ഞാൻ ഒരു വാച്ച് ഓഫറിന് കുറേ സംഭവങ്ങൾ ഓഫർ ഇട്ടിട്ടുണ്ട് അവിടെ. അപ്പോൾ ഈ വാച്ച് റോസ് ഗോൾഡ് ടൈപ്പ് വാച്ച്, അതായത് ഈ റോസ് ഗോൾഡ് അല്ല, ഈ ഒരു മോഡൽ, ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് വാച്ച് നമ്മൾ കണ്ടപ്പോൾ വാങ്ങി, ഓഫറിൽ കണ്ടപ്പോൾ വാങ്ങിയാണ്. കുറേ നാളായിട്ട് എൻ്റെ വാച്ച് എൻ്റെ കൈമ അതേ വാച്ചാണ്, 2-3 വർഷമായിട്ട്. അപ്പോൾ ഇപ്രാവശ്യമെങ്കിലും മാറ്റി വാങ്ങണമെന്ന് വിചാരിച്ചിട്ട് എന്തായാലും ഇത്തവണ പോണേലും മുമ്പ് ഒരു വാച്ച് വാങ്ങണമെന്ന് മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ എനിക്കിത് കണ്ടപ്പോൾ ഇഷ്ടമായിട്ട്. അപ്പോൾ എങ്ങനെയുണ്ട് ഗൈസ്, ഇഷ്ടമായെങ്കിൽ ഒന്ന് പറയണേ. അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. താങ്ക് യു.